അപ്പോൾ വി.ഡി. സതീശൻ ഇന്നലെ സെന്റ് തോമസ് മൗണ്ടിൽ എത്തിയതിന് പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ വി.ഡി. സതീശനെ സംബന്ധിച്ച് ക്രൈസ്തവ സഭാ സമൂഹത്തിന്റെ വോട്ട് തങ്ങൾക്കൊപ്പം നിൽക്കുമോ എന്നുള്ളൊരു ഭയപ്പാടുണ്ട്. കേരളത്തിലെ കോൺഗ്രസിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അധികാരത്തിന് വേണ്ടിയിട്ട് ഏത് വർഗീയ സംഘടനകളുമായിട്ട് കൂട്ടുകൂടുവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് കോൺഗ്രസ് എന്ന് വേണം കരുതാനായിട്ട്. കേരള കോൺഗ്രസ് എമ്മിനെ തകർക്കുക, അല്ലെങ്കിൽ ജോസ് കെ മാണി എന്ന നേതാവിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ്. കോൺഗ്രസിനെയും ഗാന്ധി കുടുംബത്തെയും ഒക്കെ ക്രൈസ്തവ സഭയ്ക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. പക്ഷെ ആ വിശ്വാസം ചോർന്നുപോയി എന്ന് തന്നെ വേണം നമ്മൾ പ്രതീക്ഷിക്കാനായിട്ട്. സണ്ണി ജോസഫ് എന്ന ഒരു ക്രൈസ്തവ നാമധാരി KPCCയുടെ പ്രസിഡന്റായി എന്നുള്ളത് കൊണ്ടൊന്നും ക്രൈസ്തവ സഭാ സമൂഹം പൂർണ്ണമായിട്ടും എവിടേക്ക് പോകത്തില്ല, UDFന് അനുകൂലമായിട്ട് ചിന്തിക്കത്തില്ല. നമസ്കാരം. സിനഡ് യോഗം നടക്കുന്ന സമയത്ത് സീറോ മലബാർ ആസ്ഥാനത്തെത്തി സഭാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് വി.ഡി. സതീശൻ. ഇതുകൊണ്ട് എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടമുണ്ടാകുമോ? തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് സാമുദായിക നേതാക്കന്മാരെ സന്ദർശിക്കുക എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു സ്വാഭാവിക നടപടിയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് ഇലക്ഷന്റെ ഒരു കാര്യപരിപാടിയുടെ ഭാഗമായിട്ട് തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിനകത്തൊരു വ്യത്യസ്തത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും പരസ്യമായിട്ട് പകൽ സമയങ്ങളിലാണ് ഈ സമുദായ നേതാക്കന്മാരെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വി.ഡി. സതീശൻ തന്റെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് ഒരു സ്വകാര്യ വാഹനത്തിൽ രാത്രിയുടെ മറവിൽ സിനഡ് യോഗം നടക്കുന്ന സെന്റ് തോമസ് മൗണ്ടിൽ എത്തിയത് എന്തിനാണ് എന്നുള്ളൊരു വലിയ ചോദ്യമായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ആരോ ഒരാൾ സ്വകാര്യമായി എടുത്ത ഒരു വീഡിയോ ഇന്ന് രാവിലെ ഏഷ്യാനെറ്റാണ് ബ്രേക്ക് ചെയ്യുന്നത്. എങ്കിലും വി.ഡി. സതീശന്റെ സെന്റ് തോമസ് മൗണ്ടിലെ സന്ദർശനത്തെ മറ്റൊരു രീതിയിൽ നമ്മൾ കാണേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വി.ഡി. സതീശനെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ സ്ഥിതി കൃത്യമായിട്ട് ധാരണയുള്ള ഒരു വ്യക്തിയാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്നത്. അപ്പോൾ വി.ഡി. സതീശനെ സംബന്ധിച്ച് ക്രൈസ്തവ സഭാ സമൂഹത്തിന്റെ വോട്ട് തങ്ങൾക്കൊപ്പം നിൽക്കുമോ എന്നുള്ളൊരു ഭയപ്പാടുണ്ട്. ആ ഭയപ്പാടിന് പല കാരണങ്ങളുണ്ട്. കാരണം പണ്ട് UDFന്റെ ക്രൈസ്തവ മുഖമായിരുന്നു കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നത്. ആ കേരള കോൺഗ്രസ് എം ഇന്ന് LDFന്റെ ഭാഗമാണ്. മറിച്ച് UDFന്റെ കൂടെ നിൽക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ട് ക്രൈസ്തവ സഭയുടെ മുഖമായിട്ട് UDFനകത്ത് നിൽക്കാൻ എത്രത്തോളം സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ വി.ഡി. സതീശന് തന്നെ സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് സീറ്റുകൾ കുറയ്ക്കും എന്നുള്ള രീതിയിലേക്ക് UDF പോകുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ശക്തമായ നിലപാടിലായിരിക്കും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നിൽക്കുക. തങ്ങളുടെ ഒരു സീറ്റ് പോലും കുറയ്ക്കാൻ പാടില്ല എന്നുള്ള നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കത്തുള്ളൂ. കാരണം അവരുടെ ശക്തി ക്ഷയിച്ചു പോയി എങ്കിലും അവരുടെ അവകാശവാദങ്ങൾക്ക് കുറവുണ്ടാവത്തില്ല. ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം കൂടിയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് 10 സീറ്റ് എന്നുള്ളതിൽ നിന്ന് ഒരു കട്ടുകെട്ട പോലും പിന്നോട്ട് പോകാനായിട്ട് അവർ തയ്യാറാവത്തില്ല. അപ്പോൾ വി.ഡി. സതീശൻ ഇന്നലെ സെന്റ് തോമസ് മൗണ്ടിൽ എത്തിയതിന് പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 1992 ഡിസംബർ 6 തീയതി ബാബറി മസ്ജിദ് തകർന്നു വീണപ്പെട്ടു പോലും കേരളത്തിൽ ഒരു വർഗീയ സംഘർഷം പോലും ഉണ്ടാവാതിരുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ഇടപെടലുകളായിരുന്നു. അതോടൊപ്പം തന്നെ CPMന്റെ നിലപാടുകളായിരുന്നു. അന്ന് ഒരു വർഗീയ സംഘർഷം പോലും കേരളത്തിൽ ഉണ്ടായില്ല. പക്ഷെ ഇന്ന് കോൺഗ്രസിനകത്ത് അങ്ങനെയല്ല. അതിതീവ്ര സ്വഭാവമുള്ള ചില സാമുദായിക സംഘടനകളുടെ കടന്ന് കയറ്റം അത് കോൺഗ്രസിനകത്തുണ്ടായിട്ടുണ്ട്. അതിനെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഭയപ്പെടുന്നു, ക്രൈസ്തവ സഭകൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് സഭയെ സംബന്ധിച്ചിട്ട് സഭ വലിയൊരു കൺഫ്യൂഷനിലാണ്. കാരണം കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ഇങ്ങനെ അതിതീവ്ര സ്വഭാവമുള്ള ചില ആളുകളാണോ എന്ന ഒരു സംശയം അത് സഭയ്ക്കുണ്ട്. ആ സഭയുടെ ആ ഒരു ഭയപ്പാട് മാറ്റാനായിട്ട് വി.ഡി. സതീശന്റെ ഒരു സന്ദർശനം കൊണ്ടൊന്നും സാധിക്കത്തില്ല. അത് പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതിന്റെ ഏറ്റവും വ്യക്തമായ ഒരു കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊന്ന് നോക്കൂ. ഇപ്പോൾ PJ ജോസഫ് സാറുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലുമൊക്കെ വാർത്തകൾ ദൃശ്യമാധ്യമങ്ങളിലോ പത്രമാധ്യമങ്ങളിലോ ഒക്കെ വരുന്ന സമയത്ത്, സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് ചില ആളുകൾ അനുകൂലിച്ച് കമന്റ് ഇടുന്നത് കാണാം. അതേസമയം ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും വാർത്തകൾ വരുന്ന സമയത്ത് അതിനടിയിൽ വന്ന് വളരെ വൃത്തികെട്ട രീതിയിൽ, വളരെ മോശപ്പെട്ട രീതിയിൽ കമന്റ് ഇടുന്ന ചില ആളുകളുണ്ട്. ഇവരുടെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PJ ജോസഫിനെ വളർത്തുക എന്നുള്ളതല്ല, മറിച്ച് കേരള കോൺഗ്രസ് എമ്മിനെ തകർക്കുക, അല്ലെങ്കിൽ ജോസ് കെ മാണി എന്ന നേതാവിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായി ധാരണ മധ്യ കേരളത്തിലെ ക്രൈസ്തവ സഭാ സമൂഹത്തിനുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്രൈസ്തവ സഭാ സമൂഹം കൂടുതലായിട്ടും കേരള കോൺഗ്രസ് എമ്മിനെ വിശ്വസിക്കാനും കേരള കോൺഗ്രസ് എമ്മിന് പിന്തുണ കൊടുക്കാനായിട്ടും തയ്യാറാവുന്നത്. അപ്പോൾ ഈ കേരള കോൺഗ്രസ് എമ്മിനെ UDFലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ നാളുകളായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ പരിശ്രമങ്ങളൊന്നും ഒരു വിജയത്തിലെത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നുമില്ല. കാരണം കേരള കോൺഗ്രസ് എം ഏതെങ്കിലും കാരണവശാൽ UDFന്റെ ഭാഗമാകുമെന്ന്. അവരിപ്പോൾ LDFിലെ കംഫർട്ടബിൾ സോണിലാണ് നിൽക്കുന്നത്. അവർക്ക് കൃത്യമായ അംഗീകാരങ്ങൾ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ വി.ഡി. സതീശന്റെ സെന്റ് തോമസ് മൗണ്ടിന്റെ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, ഒന്ന്, കേരള കോൺഗ്രസ് എമ്മിനെ ഏതെങ്കിലും തരത്തിൽ
UDF-ൽ എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ള പരിശ്രമത്തിന്റെ അവസാന ശ്രമമാണത്. അത് കൂടാതെ തന്നെ PJ ജോസഫ്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നൽകുന്ന സീറ്റുകളിൽ കുറച്ച് കുറവ് വരുത്താനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഭാ നേതൃത്വത്തെ അറിയിക്കുക, സഭാ നേതൃത്വത്തെ കൺവിൻസ് ചെയ്യുക. അതല്ല എങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ഏതെങ്കിലും തരത്തിൽ സീറ്റ് കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ക്രൈസ്തവരെ അവഗണിക്കുന്നു എന്നുള്ള രീതിയിൽ വളരെ വലിയൊരു പ്രചരണം കേരളത്തിലുണ്ടാവും. അപ്പോൾ അത് സഭാ നേതൃത്വത്തെ മുൻകൂട്ടി തന്നെ കൺവിൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് VD സതീശൻ ഇന്നലെ സെന്റ് തോമസ് മൗണ്ടിൽ എത്തിയിട്ടുള്ളത്. മറ്റൊരു അർത്ഥമില്ല. കാരണം കോൺഗ്രസിനെ പൂർണ്ണമായിട്ടും സഭയ്ക്ക് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. കോൺഗ്രസിനെയും ഗാന്ധി കുടുംബത്തെയും ഒക്കെ ക്രൈസ്തവ സഭയ്ക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. പക്ഷെ ആ വിശ്വാസം ചോർന്നു പോയി എന്ന് തന്നെ വേണം നമ്മൾ പ്രതീക്ഷിക്കാനായിട്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിനകത്തേക്ക് കടന്നുകൂടിയിട്ടുള്ള അതിതീവ്രവാദ സ്വഭാവമുള്ള ചില ആളുകളുടെ, ചില വ്യക്തികളുടെ ഇടപെടലുകൾ, ഈ ഇടപെടലുകൾ ക്രൈസ്തവ സഭയെ വലിയൊരു ഭയത്തിലേക്ക് കൊണ്ട് ചെന്ന് എത്തിച്ചിട്ടുണ്ട്. ആ ഭയം മാറ്റാനായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സണ്ണി ജോസഫ് എന്ന ഒരു ക്രൈസ്തവ നാമധാരി KPCCയുടെ പ്രസിഡന്റായി എന്നുള്ളത് കൊണ്ടൊന്നും ക്രൈസ്തവ സഭാ സമൂഹം പൂർണ്ണമായിട്ടും എവിടേക്ക് പോകത്തില്ല, UDF-ന് അനുകൂലമായിട്ട് ചിന്തിക്കത്തില്ല. UDF-ന് അനുകൂലമായിട്ട് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ജനകീയ അടിത്തറയുള്ള, ജനകീയ പിന്തുണയുള്ള കേരള കോൺഗ്രസ് എമ്മിനെ പോലെയുള്ള ഒരു ക്രൈസ്തവ ഫേസ് ഉള്ള ഒരു പാർട്ടി UDF-ന്റെ ഭാഗമാകേണ്ടതുണ്ട്. അതിന്റെ അവസാന ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നലെ VD സതീശൻ സെന്റ് തോമസ് മൗണ്ട് സന്ദർശിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമാണ്. പക്ഷെ എങ്കിലും ഈ യാത്ര പകൽ സമയത്താകാമായിരുന്നു. കാരണം സീറോ മലബാർ സഭയിലെ എല്ലാ ബിഷപ്പുമാരും ഒത്തുകൂടുന്ന ഒരു സമയമാണ് ഈ സിനഡ് യോഗം നടക്കുന്ന സമയം എന്ന് പറയുന്നത്. ഈ സിനഡ് യോഗം നടക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത്, ഈ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ ഒരു സമുദായങ്ങളുടെയും തിണ്ണനിറങ്ങാൻ പോകാറില്ല, ഒരു സമുദായ നേതാക്കളെയും തേടി ഞങ്ങൾ പോകാറില്ല എന്നൊക്കെ വളരെ വിശാലമായിട്ട് സംസാരിക്കുന്ന നിലപാടുകളുടെ രാജകുമാരനാണ് VD സതീശൻ. ആ VD സതീശനാണ് ഇന്നലെ രാത്രി തന്റെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് ഒരു സ്വകാര്യ വ്യക്തിയുടെ വാഹനത്തിൽ സെന്റ് തോമസ് മൗണ്ടിൽ പോകേണ്ട ഗതികേടുണ്ടായത്. കാരണം 100 സീറ്റ് കിട്ടും, 110 സീറ്റ് കിട്ടും എന്നൊക്കെ പറയുന്ന സമയത്തും ക്രൈസ്തവ സഭാ സമൂഹത്തിന് ഉള്ളിൽ ഉടലെടുത്തിട്ടുള്ള ഈ ഒരു ആശങ്ക അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, K കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി, KM മാണി, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ശിഹാബ് തങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ വളരെ സൗഹാർദ്ദത്തോടു കൂടി മുമ്പോട്ട് പോയിരുന്ന ഒരു കേരളം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു UDF ഉണ്ടായിരുന്നു. അതിൽ നിന്നും മാറ്റം സംഭവിച്ചിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അധികാരത്തിന് വേണ്ടിയിട്ട് ഏത് വർഗീയ സംഘടനകളുമായിട്ട് കൂട്ടുകൂടുവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് കോൺഗ്രസ് എന്ന് വേണം കരുതാനായിട്ട്. അപ്പൊ അങ്ങനെ തയ്യാറായിട്ട് നിൽക്കുന്ന കോൺഗ്രസിനെ ക്രൈസ്തവ സഭാ സമൂഹം എങ്ങനെ വിശ്വസിക്കും? ഒരു സ്വാഭാവികമായൊരു ചോദ്യമാണ്. ഏത് വർഗീയതയുമായിട്ടും സന്ധി ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന കോൺഗ്രസിനെ കേരളത്തിലെ ക്രൈസ്തവ സഭാ സമൂഹം എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കത്തില്ല. അതുകൊണ്ടാണ് ക്രൈസ്തവ സഭാ നേതാക്കന്മാരുടെ കാല് പിടിക്കാനും വേണ്ടിയിട്ട് VD സതീശൻ ഇന്നലെ സെന്റ് തോമസ് മൗണ്ട് കയറിയത്. പക്ഷേ അതിനൊരു അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം അവിടുന്ന് ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. സഭാ നേതാക്കന്മാരെ സംബന്ധിച്ചിട്ട് എന്താണ്, അവർക്ക് സമാധാനപൂർണ്ണമായിട്ട് ക്രൈസ്തവർക്ക് ഇവിടെ ജീവിക്കണം, മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ സമാധാനപൂർണ്ണമായിട്ട് ജീവിക്കണം, ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് ഇവിടെ സമാധാനപൂർണ്ണമായിട്ട് ജീവിക്കണം. ഈ സമാധാന ജീവിതത്തിന് ഭംഗം വരുത്തുന്ന ചില വർഗീയ ജാതി സംഘടനകൾ കോൺഗ്രസിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. അവരെ കണ്ടെത്തി, അവരെ തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്താനായിട്ട് കോൺഗ്രസ് തയ്യാറാകാത്ത പക്ഷം 2026 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് പരാജയമായിരിക്കും സംഭവിക്കുക എന്നുള്ള യാഥാർത്ഥ്യം UDF നേതാക്കന്മാർ മനസ്സിലാക്കുന്നത് നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ.